ക്രിസ്ത്യാനിക്ക് സംഘടിക്കാം, മുസ്ലിമിന് സംഘടിക്കാം. പക്ഷേ ഹിന്ദു സംഘടിച്ചാൽ എന്താണ് കുഴപ്പം? അതിൻ്റെ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം ജനഭൂമിക്ക് അനുവദിച്ചു തന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം, ഭൂരിപക്ഷം ആളുകളുടെ ഈ വോട്ട് ബി ജെ പിക്ക് പോയി കഴിഞ്ഞു. ബി ജെ പിക്ക് അത് പോയി കഴിഞ്ഞു. ഇനി അത് തടയാൻ പറ്റില്ല. സുകുമാരൻ നായർ വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഗാലറിയിലിരുന്ന് സേഫായിട്ടിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ട് നടക്കുകയാണ്. 9-ാം തീയതിയും 11-ാം തീയതിയും. ഇതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കഴിഞ്ഞു. പരമാവധി ശക്തി ആർജിക്കുക, തെരഞ്ഞെടുപ്പിനെ നേരിടുക, ഇതാണ് 3 മുന്നണികളും സ്വീകരിച്ചിരിക്കുന്ന പൊതുവായ ഒരു സമീപനം. രാഷ്ട്രീയ പാർട്ടികൾ ഒരു കോണിൽ ഇത് ചെയ്യുമ്പോൾ പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ സമുദായ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ ഇവരുടെ ഒരു നിലപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനം ആരെയെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നോക്കുകൂലി ചോദിക്കാനായിട്ട് ഇവർ വരുന്നതാണ് പൊതുവേ നമ്മൾ കാണുന്നത്. ഞങ്ങളാണ് ജയിപ്പിച്ചത്, ഞങ്ങളുടെ പിന്തുണയാണ് എന്നൊക്കെ പൊതുവെ ഇവർ പറയാറുണ്ട്. അതൊന്നും കേരളത്തിലെ ജനസമൂഹം അത് ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. എങ്കിലും ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സമുദായ, ജാതി, മത രാഷ്ട്രീയം തീർച്ചയായിട്ടും കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ 4 സമുദായങ്ങളാണ് പ്രധാനമായും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇവരുടെ പ്രത്യേകത മറ്റ് മതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് ജാതികളെ അപേക്ഷിച്ചിട്ട് ഇവർ കൂടുതൽ സംഘടിതരാണ്, അതുപോലെ തന്നെ സമ്പന്നരുമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 4 സമുദായങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒന്ന് ഈഴവ സമുദായം, മറ്റൊന്ന് നായർ സമുദായം, 3ാമത് ക്രിസ്ത്യൻ സമുദായം, 4ാമത് മുസ്ലിങ്ങൾ. ഈ 4 വിഭാഗം ആളുകളാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇവരെ കർട്ടൻ്റെ പിന്നിൽ നിന്ന് കരുക്കളിൽ നിൽക്കുകയാണ് പതിവ്. ഈ 4 സമുദായങ്ങളെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അതുപോലെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത എന്ന് എൻ്റെ ഒരു നിരീക്ഷണം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈഴവ സമുദായത്തിൻ്റെ ചിത്രം എടുത്താൽ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത് ഈഴവരാണ്. ഒരു സമയത്ത് ഈഴവരാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ കവച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ ഹിന്ദുക്കളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് ഈഴവ സമുദായത്തിനാണ്. 27% ജനസംഖ്യയിൽ അവരുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 30 വർഷമായി ഈഴവ സമുദായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം 30 വർഷം അഭംഗുരം ഒരു സ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞു. അതുപോലെ പ്രത്യേകിച്ച് വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഈഴവ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ തുടരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് അതൊരത്ഭുതമായിട്ടേ സ്വാഭാവികമായി തോന്നത്തുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ ഈ നിലപാടിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അദ്ദേഹം തൻ്റെ സ്റ്റാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരാണ് എന്ന്. ഏറ്റവും വലിയ പ്രത്യേകത, മുസ്ലിം ലീഗിനെ അദ്ദേഹം അതിരൂക്ഷമായിട്ട് കടന്നാക്രമിച്ചത് അവരുടെ കോട്ടയായ മലപ്പുറത്ത് എത്തിയാണ്. അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അടുത്ത സമയത്ത് ജനഭൂമിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞു, ക്രിസ്ത്യാനിക്ക് സംഘടിക്കാം, മുസ്ലിമിന് സംഘടിക്കാം, പക്ഷേ ഹിന്ദു സംഘടിച്ചാൽ എന്താണ് കുഴപ്പം? അതിൻ്റെ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം ജനഭൂമിക്ക് അനുവദിച്ചു തന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ശരി, സമകാലിക കേരള രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നഖശിഖാന്തം എതിർക്കുന്ന ഏക നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു വാസ്തവമാണ്. വെള്ളാപ്പള്ളി ഈ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഈഴവ സമുദായത്തിൻ്റെ നേതാവ് എന്നതിൽ ഉപരിയായിട്ട് ഹിന്ദു ഐക്യത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി വെള്ളാപ്പള്ളി നടേശൻ മാറി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു നേതാവായി വെള്ളാപ്പള്ളി നടേശൻ മാറി.
അദ്ദേഹത്തിൻ്റെ നിലപാടിന് അത്തരമൊരു സ്വീകാര്യത, പ്രത്യേകിച്ച് ഇന്നത്തെ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട ഒരു സമൂഹം, ഇതിലെ ഉപരിയായിട്ട് മതമൗലികവാദത്തിൻ്റെ ഭീഷണി നേരിടുന്ന ഒരു സമൂഹം, ഈ സമൂഹത്തിൽ വളരെ വേഗം അദ്ദേഹത്തിന് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ്. അടുത്ത സമയത്ത് അദ്ദേഹം നിലപാടിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ മുദ്രാവാക്യത്തിന്, പ്രത്യേകിച്ച് ഇപ്പോഴേ ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാട് ആർക്ക് ഗുണകരമായി വരും എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തീർച്ചയായിട്ടും LDF അനുകൂലമായൊരു നിലപാടാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത്. LDF എന്ന് നമുക്ക് പൊതുവെ പറയാമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും അനുകൂലമായൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. 30 വർഷം വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ കൊല്ലത്ത് വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് നൽകി. അതിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തു. RSPയുടെയും കോൺഗ്രസിൻ്റെയും അടക്കം എല്ലാ നേതാക്കന്മാരും അവിടെ പങ്കെടുത്തു. RSPയുടെ NK പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, CPMൻ്റെ പ്രമുഖ നേതാക്കളുണ്ടായിരുന്നു. ചേർത്തല നടന്ന ഒരു സമ്മേളനത്തിൽ പിണറായി വിജയൻ നേരിട്ടെത്തി വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ, ലീഗിനെ ഇത്ര ശക്തമായി എതിർക്കുന്ന, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇത്ര ശക്തമായി എതിർക്കുന്ന ഒരു നേതാവിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. പാലാ ബിഷപ്പ് അദ്ദേഹം പള്ളിയിൽ കൂടിയ ഒരു ചെറിയ യോഗത്തിലാണ് പറഞ്ഞത്, ഡ്രഗ് ജിഹാദ് ഉണ്ട്, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എത്ര ഭീകരമായ അറ്റാക്കാണ് അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ടായത് എന്നാലോചിച്ച് നോക്കണം. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചെന്ന് അവരുടെ കോട്ടയിൽ ചെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഈ മതമൗലികവാദത്തെ അതിരൂക്ഷമായിട്ട് അദ്ദേഹം എതിർത്തത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിലെ ഒരു നേതാവിനും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? CPM അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യത്തിൻ്റെ വക്താവായി മാറി. അതിൻ്റെ പ്രയോജനം ചെയ്യുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അതുപോലെ തന്നെ 26-ൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലും വലിയൊരളവ് വരെ അത് പ്രയോജനം ചെയ്യുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയാണ്, LDFനെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത്, ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ ഗോകുലം ഗോപാലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഏതാണ്ട് നിശബ്ദനാണ്, അദ്ദേഹം കളം ഒഴിഞ്ഞ ലക്ഷണമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ. ഹിന്ദു ഐക്യത്തിൻ്റെ വക്താവുമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിരീക്ഷിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ, അത് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് LDFന്, പ്രത്യേകിച്ച് CPMന് ഗുണകരമായിട്ട് വരാനാണ് സാധ്യതയുള്ളത്. രണ്ടാമത്തെ സമുദായം നായർ സമുദായമാണ്. നായർ സമുദായത്തെ നയിക്കുന്നത്, ദീർഘകാലമായിട്ട് നായർ സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ G. സുകുമാരൻ നായരാണ്. G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു വ്യത്യാസം, വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ കിട്ടിയ സ്വീകാര്യത G. സുകുമാരൻ നായർക്ക് നായർ സമുദായത്തിലില്ല എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ മന്നം ജയന്തി ആഘോഷവേളയിൽ ആലുവയിലുള്ള ചില കരയോഗക്കാർ സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പെരുന്നേരെത്തി പ്രതിഷേധിച്ചത്. അവരെ സുകുമാരൻ നായരുടെ ഗുണ്ടകളെ നേരിടാൻ ഒക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര ഫലപ്രദമായില്ല. പോലീസ് ശക്തമായി ഇടപെട്ടു, ആ പ്രശ്നം അവിടെ പരിഹരിച്ചു, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മറ്റൊരു കാര്യമുള്ളത്, G. സുകുമാരൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്, പക്ഷേ നായർ സമുദായത്തിൻ്റെ നേതാവല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുകുമാരൻ നായരെ ശരിദൂരമെന്നും സമദൂരമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന നായന്മാരും കരുതുന്നത്. അപ്പം നായർ സമുദായത്തിൻ്റെ ജനസാമാന്യത്തിനിടയിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു നേതാവാണ് G. സുകുമാരൻ നായർ. മറ്റൊരു പ്രത്യേകത, അദ്ദേഹം നേരിടുന്നൊരു വെല്ലുവിളി, SNDP യോഗത്തിൽ പാരലായിട്ട് മറ്റൊരു സംഘടനയില്ല. NSSൽ മറ്റൊരു സംഘടന ഉണ്ടായിട്ടുണ്ട്, അത് സമസ്ത നായർ സമാജമാണ്. അവരെ കഴിഞ്ഞ മാസം വിപുലമായ ഒരു സമ്മേളനം
നായർ നേതൃസമ്മേളനം എന്ന് പറഞ്ഞ് വള്ളികുന്നത്ത് കൂടി, വിദ്യാധിരാജ നഗറിൽ കൂടി. അതൊരുപാട് ആളുകളെ അത് ആകർഷിച്ചു. അങ്ങനെ വരുമ്പോഴേ NSSൻ്റെ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ നേതൃത്വം ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായ ഒരു സംഘടന അപ്പുറത്ത് രൂപം കൊള്ളുന്നു. അത് സുകുമാരൻ നായർക്ക് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ സുകുമാരൻ നായർക്ക് നായർ വോട്ട് ഒരുപോലെ സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നായർ സമുദായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കിയാൽ, നായർ സമുദായം പൊതുവെ വോട്ട് ചെയ്യുന്ന സുകുമാരൻ നായർ പറഞ്ഞതൊന്നും കേട്ടിട്ടൊന്നുമല്ല. അവർക്ക് വോട്ട് ചെയ്യാൻ ആർക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നല്ല ബോധ്യമുള്ള ഒരു സമുദായമാണ് നായർ സമുദായം. നായർ സമുദായം കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വന്ന വലിയൊരു ഷിഫ്റ്റ്, ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം, ഭൂരിപക്ഷം ആളുകളുടെ ഈ വോട്ട് BJPക്ക് പോയി കഴിഞ്ഞു. BJPക്ക് അത് പോയി കഴിഞ്ഞു. ഇനി അത് തടയാൻ പറ്റില്ല. സുകുമാരൻ നായർ വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല. അദ്ദേഹത്തിന് BJPയോടും RSSനോടും ഒക്കെ കടുത്ത വിയോജിപ്പുള്ള ആളാണ്, എതിർപ്പുള്ള ആളാണ്. പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല. സമുദായം BJPയോടൊപ്പം നീങ്ങിക്കഴിഞ്ഞു. അത് തടയാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. പിന്നെ വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം കോൺഗ്രസിനുണ്ട്, തീർച്ചയായിട്ടും നായന്മാരുണ്ട്. അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയാൻ, പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള തിരക്കിലാണ് VD സതീശൻ. അത് VD സതീശന് വൈറ്റ് വാഷ് ചെയ്യാം, പക്ഷേ അത് ഒരു പൊതുസമൂഹത്തിനെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ വിരുദ്ധ നിലപാട് ഏറ്റവും അധികം ശക്തമായി എതിർക്കുന്ന ഒരു സമുദായം എന്ന നിലയിലും നായർ സമുദായം കോൺഗ്രസിൽ നിന്നും അകന്നു കഴിഞ്ഞു. അപ്പോൾ നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിൽ നിന്നും അകന്നു എന്നുള്ളതാണ് വാസ്തവം. CPMൽ തീർച്ചയായിട്ടും നായന്മാരുണ്ട്. മലബാറിലൊക്കെ നമ്പ്യാന്മാരും മേനന്മാരും ഒക്കെ ഒരുപാട് ആളുകൾ CPMലുണ്ട്. CPMലുള്ള നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ മധ്യ തിരുവിതാംകൂറിലായാലും ശരി, മലബാറിലായാലും ശരി, അവരെ ഭരണവിരുദ്ധ വികാരത്തിൽ വളരെ നിരാശരാണ്. ഈ ഗവൺമെൻറ് ഇങ്ങനെ അല്ല പ്രവർത്തിക്കേണ്ടത്, ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെയധികം നായർ സമുദായത്തിൽ ഉണ്ട്. അവരിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ ഉള്ള ഒരു വികാരമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഭ്യസ്തവിദ്യരായ നായന്മാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർ ശ്രീ പിണറായി വിജയനെ അംഗീകരിക്കുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ അതിൻ്റെ പേരിൽ 164 സമുദായങ്ങൾക്ക് സാമ്പത്തിക സംവരണം അനുവദിച്ചതിൻ്റെ പേരിലാണ്. അതിൽ നായർ മാത്രമല്ല, നായരും ബ്രാഹ്മണനും നമ്പൂതിരിയും ലത്തീൻ കത്തോലിക്കർ ഒഴിച്ചുള്ള ക്രിസ്ത്യാനികളുമുണ്ട് എക്കണോമിക്കലി ഈ വീക്കർ സെക്ഷനിൽ. അവർ പിണറായി വിജയനൊരു വീരപരിവേഷം നൽകാൻ ഒരു കാരണം, കടുത്ത വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന CPIയുടെ വർഗീയ രാഷ്ട്രീയത്തിനെ എതിർത്താണ് ശ്രീ പിണറായി വിജയന് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്താൻ 10% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഓരോ പ്രാവശ്യം PSC ലിസ്റ്റ് പുറത്തു വരുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനായ ആളുകൾക്ക് സംവരണമുണ്ട്. അവരൊക്കെ നന്ദിപൂർവ്വം ഓർക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് അത് തങ്ങൾക്ക് കിട്ടിയതെന്ന് ചിന്തിക്കുന്ന നൂറുകണക്കിന് യുവാക്കളെ വ്യക്തിപരമായ സംസാരത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മറ്റൊരു പ്രാധാന്യം, അവർ പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം, കടുത്ത വർഗീയ നിലപാടുള്ള CPIക്കെതിരെ അവരോടുള്ള പക, CPIയോടുള്ള പക, അവരുടെ നിലപാടിനോടുള്ള പക, അതിൻ്റെ ആ പകയുടെ കനൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ധാരാളം നായർ യുവാക്കളുണ്ട്, അഭ്യസ്തരായ നായർ യുവാക്കളുണ്ട്. അവരൊക്കെ അവരുടെയൊക്കെ വോട്ട് CPMലേക്ക് പോകാൻ കാരണം, അല്ലെങ്കിൽ പോകുന്നതിൻ്റെ കാരണം വലിയൊരളവ് വരെ പിണറായി വിജയൻ സ്വീകരിച്ച ഈ വർഗാധിഷ്ഠിത രാഷ്ട്രീയമാണ്. അതായത് 10% പാവപ്പെട്ടവർക്ക് ജാതി നോക്കാതെ കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. അതും തീർച്ചയായിട്ടും CPMന് ഒരു മേൽക്കൈ കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വോട്ട് പോലും പ്രധാനപ്പെട്ട വോട്ടാണ്. യുവാക്കളുടെ ഇടയിൽ അത്തരം ഒരു സ്വാധീനം, അദൃശ്യമായ സ്വാധീനം ചെലുത്താൻ തീർച്ചയായിട്ടും പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പല ആളുകളുമായുള്ള ചർച്ചകളിലും എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ഇനിയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട സമുദായം ക്രിസ്ത്യൻ സമുദായമാണ്. ക്രിസ്ത്യാനികൾ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ്. എന്നും കോൺഗ്രസിനോടൊപ്പമാണ് ക്രിസ്ത്യാനികൾ നിന്നിട്ടുള്ളത്. കോൺഗ്രസിനോടൊപ്പം നിന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളെ സ്വാധീനിച്ച ഒരു മതവിഭാഗം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ വലിയ പങ്കാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതിൽ സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസ് I ഗ്രൂപ്പും A ഗ്രൂപ്പുമായിട്ട് പിളർന്നപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് A ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കേരള കോൺഗ്രസിൻ്റെ ലെവലിലുള്ള ഒരു ഗ്രൂപ്പ് മാത്രമായിരുന്നു.
അതേസമയം കോൺഗ്രസ് ഐ ഗ്രൂപ്പ് കരുണാകരനോടൊപ്പം അദ്ദേഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേതാക്കന്മാരായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിലും മനോരമയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എ ഗ്രൂപ്പ് അത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവ ആധിപത്യമുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് നിലനിന്നത്. വളരെ ചുരുക്കത്തിൽ ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അത്ര ആരെങ്കിലും ഒരാൾ അപൂർവമായിട്ടുണ്ട് എന്നുള്ളതിനല്ലാതെ അപ്പുറമൊന്നുമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് 45-ാമത്തെ വയസ്സിലേക്കാണ്ടാണ് MLA ആയത്. 25-ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരിക്കാരൻ KC ജോസഫ് മലബാറിൽ പോയി നിന്ന് ജയിച്ചു മന്ത്രിയായി. അപ്പോൾ അതിനകത്ത് എ ഗ്രൂപ്പിൻ്റെ ഒരു വർഗീയ രാഷ്ട്രീയം, അതിൻ്റെ പിന്നിലെ മനോരമയുടെ സ്വാധീനം, ഇതൊക്കെ എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന കാര്യം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും കോൺഗ്രസ്സിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകം മനോരമയാണ് എന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. ദേശാഭിമാനി എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ CPMകാരെ രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്ക്, അതിനകത്ത് ജാതി മതമൊന്നുമില്ല, കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു മാധ്യമമാണ് മലയാള മനോരമ. അപ്പോൾ തീർച്ചയായിട്ടും മനോരമയ്ക്ക് ഇക്കാര്യത്തിലൊരു പങ്കുണ്ട്. ഒപ്പം മതമേലധ്യക്ഷന്മാർക്കും വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മതമേലധ്യക്ഷന്മാർക്ക് പണ്ടുണ്ടായിരുന്ന സ്വാധീനം വളരെ ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു വരികയാണ്. കോൺഗ്രസിനോടുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ അനുകൂല മനോഭാവവും കുറഞ്ഞു വരികയാണ്. അതിന് 2 കാരണമാണുള്ളത്. ഒന്ന്, കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച ക്രിസ്ത്യാനിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവരെ ആലപ്പുഴ നടന്ന സമ്മേളനത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കരുതിക്കൂ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി സുഖമായിട്ട് വീട്ടിൽ കിടന്നു തുടങ്ങിയേനെയും. പക്ഷെ കുന്തിരിക്കം കൂടെ കരുതാൻ പറഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുവരെ ഈ അരിയും മലരും കരുതിക്കൂ, കുന്തിരിക്കം കരുതിക്കൂ എന്ന മുദ്രാവാക്യം വരുന്നത് വരെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഗാലറിയിലിരുന്ന് സേഫായിട്ടിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം തങ്ങളുടെ വാതുക്കൽ തീവ്രവാദികൾ മുട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഉണർന്നെണീറ്റത്, അപകടം തിരിച്ചറിഞ്ഞത്. ജോസഫ് മാഷിൻ്റെ കൈകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലായി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ശക്തമായ ഒരു വിഭാഗം BJPക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്ത്യാനികളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. നരേന്ദ്രമോദിക്ക് അന്തർദേശീയമായി കിട്ടിയ വലിയൊരു അംഗീകാരം, അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുമ്പോഴും ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴും കാനഡയിൽ ചെല്ലുമ്പോഴും ലോകത്ത് ഏത് രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരും അതുപോലെ തന്നെ ബുദ്ധിജീവികളും പൊതുപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ നരേന്ദ്രമോദിയെ റെഡ് കാർപ്പറ്റ് നൽകി സ്വീകരിക്കുകയാണ്, റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും പ്രവാസി ക്രിസ്ത്യാനികളിൽ BJPയുമായിട്ട് കൂടുതൽ ഐക്യപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പഴയ പോലെയല്ല, ഇപ്പോഴ് നമുക്ക് വിദേശ രാജ്യത്ത് തലയുയർത്തി ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞ 100 കണക്കിന് ക്രൈസ്തവ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർ പലരും തിരഞ്ഞെടുപ്പ് കാലത്ത് വീടുകളിലേക്ക് വിളിച്ച് നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാറുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അത്തരം ഒരു ഷിഫ്റ്റ് ക്രൈസ്തവ വോട്ടുകളിൽ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ BJPയിലേക്കുള്ള ക്രൈസ്തവരുടെ ഒഴുക്ക് വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ മതമേലധ്യക്ഷന്മാർ ഇവിടെ സ്വീകരിച്ച ഒരു നിലപാട് കൗതുകകരമായ ഒന്നാണ്. കാരണം മതമേലധ്യക്ഷന്മാർക്ക് ക്രൈസ്തവരുടെ താല്പര്യങ്ങൾ അവരുടെ താല്പര്യമാണ് പ്രശ്നം. അവരുടെ താല്പര്യത്തിന് വേണ്ടി അവരെ എന്തും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ മതമേലധ്യക്ഷന്മാർക്ക്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ ഈ മതമേലധ്യക്ഷന്മാർ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസ്താവന ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ പ്രസ്താവന ഇങ്ങനെയാണ്: രാജ്യത്തിന് വെളിച്ചം നൽകിയ ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയ്ക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ വെട്ടിമുറിക്കാനല്ല. ഇതാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആകാനാണ് സാധ്യത? ചിലപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുടെ മനസ്സിൽ പല പേരുകൾ വരും. ഒന്നിലത് KPCC പ്രസിഡൻ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ പ്രായാധിക്യം മൂലം രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു മുൻ കോൺഗ്രസ് നേതാവാകാം എന്നൊക്കെ നിങ്ങൾ ധരിക്കുമായിരിക്കും. എന്തായാലും ആകാംക്ഷ ഞാൻ നിർത്തുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മറ്റാരുമല്ല, കർദിനാൾ മാർ ബസോലിയസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവയാണ്. അദ്ദേഹത്തിൻ്റെ അരമന തിരുവനന്തപുരത്ത് പട്ടത്താണ്. ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ വെട്ടിമുറിക്കാനല്ല കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ, വെട്ടിമുറിക്കാൻ ആരൊക്കെയോ നിലകൊള്ളുന്നുണ്ട് എന്നൊരു ദുസൂചന ക്ലിമ്മിസ് തിരുമേനി നൽകുന്നുണ്ട്. കോൺഗ്രസ് വെട്ടിമുറിക്കാനല്ല നിൽക്കുന്നത് സമൂഹത്തെ, പക്ഷെ വേറെ ആരൊക്കെയോ സമൂഹത്തെ വെട്ടിമുറിക്കാൻ നിൽക്കുന്നുണ്ട്. അവർ അപകടകാരികളാണ് എന്ന സൂചനയും ക്ലിമ്മിസ് തിരുമേനി നൽകുന്നുണ്ട്.
ക്ലിമ്മിസ് തിരുമേനി ലക്ഷ്യമാക്കുന്നത് ആരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ക്ലിമ്മിസ് തിരുമേനിയുടെ ഇതൊരു ആത്മീയമായ പ്രസ്താവനയല്ല, ഇതൊരു പ്യുവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു പ്യുവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആര് നടത്തിയാലും ജനാധിപത്യ രാജ്യത്ത് അത് മറുപടി പറയാൻ ഏത് പൗരനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിമ്മിസ് തിരുമേനിയോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അദ്ദേഹം ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ നടത്തിയപ്പോഴേ അദ്ദേഹം പറയണമായിരുന്നു, സമൂഹത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അത് നോക്കണ്ടേ. സമൂഹത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കൂടുതൽ മതമേലധ്യക്ഷന്മാരല്ലേ? ആലോചിച്ച് നോക്കണ്ടേ. ഒരിക്കൽ ഒരു ആർച്ച് ബിഷപ്പ്, ആദരണീയനായ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. ഈ കോളേജിനുള്ള ഗ്രാൻറ്റ് കൊടുക്കുന്നത്, കോളേജിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ട്രഷറിയിൽ നിന്നാണ്. അവരെ നിയമിക്കുന്നത് മാനേജ്മെൻറ്റാണ്. മാനേജ്മെൻറ്റ് നിയമിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ട്രഷറിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ അഡ്മിഷനൊക്കെ ചില നോംസ് ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, ക്രൈസ്തവരാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് വലിയ അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയില്ല. ഇന്നും കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവരുടേത് തന്നെയാണ്. അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വിവേചനവും ഉണ്ടാകുന്നില്ല എന്ന് ക്രൈസ്തവ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. ഒരിക്കലും ഒരു വിവേചനവും എനിക്ക് ഒരു അക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. ക്രൈസ്തവരായ അധ്യാപകരിൽ നിന്നോ അധ്യാപികമാരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ പേഴ്സണലായ സ്നേഹവാത്സല്യങ്ങൾ അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ജാതി മതത്തിന് അതീതമായ കാര്യവുമാണ്. തീർച്ചയായിട്ടും നന്ദിപൂർവ്വം അത് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ക്ലിമ്മിസ് തിരുമേനി ഒരു കാര്യം ഓർക്കണം. ഈ സമൂഹത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്ന ഒരു നിയമമാണ് ന്യൂനപക്ഷാവകാശം. അതായത് ഏതൊരു രാജ്യത്തും ഭൂരിപക്ഷത്തിനുള്ള എല്ലാ അവകാശങ്ങളും ന്യൂനപക്ഷത്തിന് വേണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു ഇക്വാളിറ്റിയുടെ എലിമെൻ്റ് ഉണ്ട്, തുല്യതയുടെ ഒരു എലിമെൻ്റ് ഉണ്ട്. ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശം ന്യൂനപക്ഷത്തിന് കൊടുക്കുന്നത് ശരിയാണോ തിരുമേനി? അങ്ങനെ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ, ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശം ഞങ്ങൾക്ക് വേണ്ട എന്ന് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ക്രിസ്തു പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തിരുമേനിക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഈ സമൂഹത്തിൽ താമസിക്കുന്ന ഭൂരിപക്ഷങ്ങൾക്ക് ഇല്ലാത്ത അവകാശം ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളത്, ഞങ്ങൾക്ക് ഈ അവകാശം വേണ്ട, ഭൂരിപക്ഷത്തിന് എന്തെല്ലാം അവകാശമുണ്ടോ അത് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഐക്യപ്പെടാൻ തിരുമേനി തയ്യാറാണ്? വെട്ടിമുറിക്കുന്നതിനെക്കുറിച്ച് തിരുമേനി വേദനിക്കുന്നുകൊണ്ടാണ് ഒരു പൗരൻ എന്ന നിലയിലാണ് ഞാൻ ക്ലിമ്മിസ് തിരുമേനിയോട് ഇത് എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടി ചോദിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. പാർട്ടിയുടെ നന്മ മാത്രം കണ്ടാൽ പോരാ, നാടിൻ്റെ നന്മ കണ്ട് കേരള കോൺഗ്രസ് ഒന്നാകണം. പാർട്ടിയുടെ നന്മ മാത്രം കണ്ടാൽ പോരാ, നാടിൻ്റെ നന്മ കണ്ട് കേരള കോൺഗ്രസ് ഒന്നാകണം. ഇത് കേൾക്കുന്ന ആളുകൾ സാമാന്യമായിട്ട് വിചാരിക്കും ഇത് കെ മാണി സാറിൻ്റെ അന്ത്യാഭിലാഷമാണ് എന്ന്. തെറ്റിപ്പോയി. ഇത് കെ മാണി സാറിൻ്റെ അന്ത്യാഭിലാഷമല്ല, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ ആകാംക്ഷ കേരള കോൺഗ്രസ്സുകൾ ഐക്യപ്പെടണം എന്നുള്ളതാണ്. കേരള കോൺഗ്രസ്സുകൾ എന്തിനാണ് തിരുമേനി ഐക്യപ്പെടുന്നത്? എന്ത് ഉദ്ദേശത്തിലാണ് അങ്ങ് പറയുന്നത്? എന്തിന് ഐക്യപ്പെടുന്നു? ആർക്ക് വേണ്ടി ഐക്യപ്പെടുന്നു? ഇനി ഐക്യപ്പെടുന്നതാണെങ്കിൽ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഐക്യപ്പെടുന്നതാണെങ്കിൽ അങ്ങ് പറയണ്ടേ CPI-യും CPM-ഉം ഐക്യപ്പെടണം. അവർ 64 പിളർന്നു പോയതാണ്. അതൊന്ന് ഐക്യപ്പെട്ടാൽ അതും നാടിൻ്റെ നന്മയ്ക്കായില്ലേ? പക്ഷെ കേരള കോൺഗ്രസ് ഐക്യപ്പെടണം, മറ്റാരും ഐക്യപ്പെടണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വളരെ വളരെ വ്യക്തമാണ്. സഭയുടെ നിലപാട് വളരെ വ്യക്തമാണ്. പക്ഷെ സഭ മറന്നുപോയ ഒരു കാര്യം, ശക്തമായ സാമൂഹ്യ മാധ്യമങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് സഭയും മതമേലധ്യക്ഷന്മാരും ജീവിക്കുന്നത്. പഴയ കാലത്താണെങ്കിൽ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു വാർത്ത വന്നില്ലെങ്കിൽ അത് അറിയുമായിരുന്നില്ല. ഇന്ന് അതല്ല. ഒരുപക്ഷെ തിരുമേനിമാർ, ആദരണീയരായ തിരുമേനിമാർ വിചാരിച്ചാൽ പോലും ഈ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ വ്യക്താവായ ക്ലിമ്മിസ് തിരുമേനിയും ഈ സമൂഹത്തെ വെട്ടിമുറിക്കുന്നതിൽ വേദനിക്കുന്ന ക്ലിമ്മിസ് തിരുമേനിയും, അതുമല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഐക്യപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ല ഒരു നല്ല സ്ഥാനത്ത് എത്തണം, അവർ മന്ത്രിമാരായിട്ട് ദീർഘകാലം ഭരിക്കണം എന്നാഗ്രഹിക്കുന്ന തറയിൽ പിതാവും ഇവരൊക്കെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ആകാംക്ഷ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ കാര്യത്തിൽ കൂടി കാണിക്കണം. നിങ്ങൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരാണ്. ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ്. അതുകൊണ്ട് നിന്നെപ്പോലെ നിൻ്റെ ക്രിസ്ത്യാനിയായ അയൽക്കാരനെ സ്നേഹിക്കാൻ ശ്രമിക്കരുത്. സമൂഹത്തെ ഒന്നായിട്ട് കാണാൻ തിരുമേനിമാർ ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പക്ഷേ
നിങ്ങളുടെ ഈ എതിർപ്പിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല, വലിയ ഒരു ഒഴുക്ക് ക്രൈസ്തവ മതവിശ്വാസികളിൽ നിന്നും BJPയിലേക്ക് പോകുന്നുണ്ട്. അത് തടയാൻ നമ്മുടെ മതമേലധ്യക്ഷന്മാർക്ക് കഴിയും എന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നില്ല. നാലാമത്തെ പ്രധാനപ്പെട്ട സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ്. വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. മുസ്ലിം സമുദായം പൂർണ്ണമായും CPMൽ നിന്നും അകന്നു കഴിഞ്ഞു. അവർ തമ്മിലുള്ള മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം അവർ മാറ്റിവെച്ച് ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും 26 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം സമുദായത്തിൻ്റെ 90% വോട്ട് സംശയിക്കേണ്ട UDFനായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ആ വോട്ട് അവിടെ കിട്ടുമ്പോൾ UDFന് നഷ്ടപ്പെടാനുള്ള വോട്ടുകൾ വേറെയുണ്ട്. എന്ത് UDFന് കിട്ടി, എന്ത് UDFന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഐക്യകേരളം കണ്ട ഏറ്റവും കടുത്ത തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത്. അതിനെ തുടർന്ന് 2026 അതിനേക്കാൾ കടുത്തൊരു യുദ്ധം നമുക്ക് കാണേണ്ടി വരും. അതിൻ്റെ ഫലം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.